കീബോർഡുകളിൽ അക്ഷരങ്ങൾ ABCD ക്രമത്തിലല്ലാത്തതിന്റെ കാരണം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? കീബോർഡുകളുടെ ഇന്നത്തെ രൂപം വന്നത് കമ്പ്യൂട്ടറുകളിൽ നിന്നല്ല, മറിച്ച് ടൈപ്പ്റൈറ്ററുകളിൽ നിന്നാണ്. 1860-കളിൽ ആദ്യത്തെ ടൈപ്പ്റൈറ്ററുകൾ കണ്ടുപിടിച്ചപ്പോൾ അക്ഷരങ്ങൾ ABCDE എന്ന ക്രമത്തിലായിരുന്നു അടുക്കിയിരുന്നത്. ആയതിനാൽ ആളുകൾ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നം നേരിട്ടു. അടുപ്പിച്ചു വരുന്ന അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ കീകളുടെ ലിവറുകൾ പരസ്പരം കൂട്ടിയിടിച്ച് ടൈപ്പ്റൈറ്റർ കേടാവാൻ തുടങ്ങി. ഈ പ്രശ്നം പരിഹരിക്കാൻ ക്രിസ്റ്റഫർ ലതാം ഷോൾസ് 1870-ൽ പുതിയൊരു അക്ഷരക്രമം രൂപകൽപ്പന ചെയ്തു. ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന QWERTY എന്ന കീബോർഡ്. ഇത് രൂപകൽപ്പന ചെയ്തത് വേഗത കുറയ്ക്കാനാണ്, പരസ്പരം കൂട്ടിയിടിച്ച് ജാം ആകാതിരിക്കാൻ വേണ്ടി. ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെ പരസ്പരം മാറ്റിസ്ഥാപിച്ചു. ഒരു വാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു അക്ഷരത്തിൽ നിന്ന് മറ്റക്ഷരം ടൈപ്പ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയമെടുക്കാൻ വേണ്ടിയാണ് ഈ ക്രമീകരണം. പിന്നീട് ആളുകൾ ഈ രീതിയിൽ ടൈപ്പ് ചെയ്യാൻ പരിശീലിക്കുകയും അതൊരു സ്റ്റാൻഡേർഡായി മാറുകയും ചെയ്തു. ടൈപ്പ്റൈറ്ററുകൾക്ക് ശേഷം കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പുതിയൊരു ലേഔട്ട് പഠിക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് അതേ QWERTY ക്രമം തന്നെ കമ്പ്യൂട്ടർ കീബോർഡുകളിലും നിലനിർത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ടൈപ്പിംഗ് വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഡോറക് പോലുള്ള മറ്റ് കീബോർഡ് ലേഔട്ടുകൾ നിലവിലുണ്ട്. എന്നാൽ ലോകമെമ്പാടും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് QWERTY തന്നെയാണ്. ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.